ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഭവൻ വ്ളോഗ്സ്. ഇത് നമുക്കൊരു അച്ചാർ ഇട്ടാളോ. വേറൊന്നുമല്ല, നമ്മുടെ സ്വന്തം നാരങ്ങ അച്ചാറാണ്. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ അച്ചാർ പൊടിയൊന്നും ഇല്ലാതെ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് നാരങ്ങയാണ്. ഞാനിവിടെ ഒരു 300-350 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി നമ്മുടെ ഇഡ്ഡലി തട്ടുണ്ടല്ലോ അതിനകത്ത് വെച്ച് നല്ലപോലെ ആവി കയറ്റി അത് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ആ ചൊനയൊക്കെ അങ്ങോട്ട് പോകണം. അപ്പോൾ അത് പാകം എന്താണെന്ന് ചോദിച്ചെങ്കിൽ അത് നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഒരു ചെറിയൊരു കട്ടൊക്കെ വന്ന് കിട്ടും. ആ ഒരു സമയമാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള പാകം. അപ്പോൾ അങ്ങനെ എടുത്ത് അത് നല്ല ഒരു പാത്രത്തിലെടുത്ത് റെഡിയാക്കി വെച്ച് അത് നമുക്കിഷ്ടമുള്ള പോലെ, ഞാനിവിടെ 4 പീസാക്കിയാണ് കട്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കത് 8ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ അത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ അത് എല്ലാം കട്ടാക്കിയ ശേഷം അതിൻ്റെ വെള്ളമൊക്കെ അതിൽ തന്നെ കിടക്കട്ടെ, ഒന്നും കളയണ്ട. അങ്ങനെ കട്ടാക്കി റെഡിയാക്കി വയ്ക്കുക. ശേഷം നമുക്കിനി ഇതിനു വേണ്ടി ആവശ്യമുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉലുവ, അതും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടെ എടുത്ത് ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി അതിൻ്റെ തൊലിയോട് കൂടി തന്നെയാണ്, പക്ഷേ ചതയ്ക്കണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയൊരു കുഞ്ഞൊരു കായത്തിൻ്റെ ഒരു കട്ട എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില. അത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ നല്ലെണ്ണ ഒഴിക്കുക. നല്ലെണ്ണ എന്ന് പറഞ്ഞാൽ ടിൽ ഓയിലാണ് കേട്ടോ. അപ്പോൾ കുറേ നാളത്തേക്ക് സൂക്ഷിക്കാനാണെങ്കിൽ നല്ലെണ്ണ തന്നെ വേണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് എണ്ണ വേണേലും ഉപയോഗിക്കാം. അപ്പോൾ അതിലേക്ക് എണ്ണ ചൂടായ ശേഷം പാത്രത്തിലേക്ക് എണ്ണ ഒഴിക്കുക. അത് ചൂടായ ശേഷം വെളുത്തുള്ളി ഇടുക. വെളുത്തുള്ളി ഇട്ട് പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കായത്തിൻ്റെ ആ ഒരു ചെറിയ കട്ട, അത്രയും കൂടി ഇട്ട് അത് ജസ്റ്റ് ഒന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. തീ കുറച്ച് തന്നെ ഇട്ടേച്ചാൽ മതി, അല്ലെങ്കിൽ ഈ നമ്മുടെ വെളുത്തുള്ളി എല്ലാം പെട്ടെന്ന് അങ്ങോട്ട് ഫ്രൈ ആയി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി നല്ലപോലെ ഒന്ന് തീ കുറച്ചിടണം. പിന്നെ നമ്മുടെ ഈ കായത്തിൻ്റെ കട്ടയ്ക്ക് വരെ നിങ്ങൾക്ക് കായപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതിനെയും കുറച്ചുകൂടി എളുപ്പമാവും. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും പിന്നെ ഉലുവ കടുക് പൊടിച്ചതും കൂടി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒരു നല്ലൊരു കളറാവുന്നിടം വരെ ഒന്ന് തീ കുറച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമുക്കതിലേക്ക് നമ്മുടെ ഈ ഒരു നാരങ്ങ അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1.25 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർത്താൽ മതി, എല്ലാം കൂടെ ഫസ്റ്റ് തന്നെ വേണമെന്നില്ല. അപ്പോൾ അതുകൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് സെറ്റാക്കിയ ശേഷം അതിലേക്ക് നമ്മൾ പീസാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ നാരങ്ങയും അതിൻ്റെ വെള്ളത്തോടു കൂടി തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഇനിയാണ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലപോലെ അങ്ങോട്ട് മിക്സ് ആക്കുക. അതായത് എല്ലാ സ്ഥലത്തും നാരങ്ങയുടെ എല്ലാ സ്ഥലത്തും മസാല പിടിക്കത്തക്ക രീതിയിൽ നല്ലപോലെ മസാലയ്ക്കകത്തിട്ട് നല്ലപോലെ ഒന്ന് തവി ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയ ശേഷം അതവിടെ തന്നെ നമ്മൾ കുറച്ച് നേരത്തേക്ക് തീ കുറച്ച് കേട്ടോ. ഇപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മൾ ഫുൾ ഫ്ലെയിം ഇടുന്നില്ല, മീഡിയം ലോ ആ ഒരു ഇതിൽ തന്നെയാണ് കേട്ടോ കിടക്കുന്നത്. അങ്ങനെ കുറച്ചിട്ട് എല്ലാം നല്ലപോലെ മിക്സാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നോക്ക്, അതിൻ്റെ ആ അരപ്പൊക്കെ വന്നിട്ട് ആ നാരങ്ങയുടെ തന്നെ വെള്ളമായിട്ട് നമുക്കൊരു തിക്ക് ഗ്രേവിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിവിടെ കിടന്നിട്ടൊരു 2-3 മിനിറ്റ് ഈ ഗ്രേവി കിടന്ന് തന്നെ ഒരു ചെറിയൊരു തിള വരണം, അല്ലെങ്കിൽ ഒരു ആവി ഒന്ന് എല്ലായിടത്തും ചെന്ന് ഇതൊന്ന് നല്ലപോലെ അതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിക്കണം. അപ്പോൾ ഇതിന് അടച്ചൊന്നും വയ്ക്കണ്ട, ഇതിങ്ങനെ തന്നെ ഓപ്പണായിട്ട് വെച്ചാൽ മതി. എന്നിട്ടൊരു 2-3 മിനിറ്റ് വെയിറ്റ് ആക്കുക. അന്നേരത്തേക്ക് ഇതാ ഒരു തിളയൊക്കെ വന്നു. അത്രയേ ഉള്ളൂ. നമ്മുടെ നാരങ്ങ ഓൾറെഡി വെന്തതാണല്ലോ. അപ്പോൾ ഇനി അതിന് കൂടുതൽ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊരു പാത്രം സെറ്റാക്കുക. ഞാനിവിടെ ഒരു ചെറിയ ഭരണി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അച്ചാറിട്ട് കൊടുക്കുക. അച്ചാറിട്ട് കൊടുത്ത് അത് എനിക്ക് കറക്റ്റായിരുന്നു കേട്ടോ. ഒരു ചെറിയ ഭരണി അച്ചാർ ഫുള്ളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നല്ലപോലെ ഒന്ന് അതിലേക്ക് നിറച്ച്
ചൂട് ഇനി ഉണ്ടെങ്കിൽ ഞാനിത് തുണിയൊന്ന് വെച്ച് അങ്ങനെ മുറുക്കിയൊന്നും അടയ്ക്കുന്നില്ല കേട്ടോ. ഇത് പെട്ടെന്ന് എടുത്ത് തീർക്കാൻ വേണ്ടി ഈ മഴക്കാലത്ത് നല്ല ചൂട് കഞ്ഞിയുടെ കൂടെയൊക്കെ കുടിക്കാൻ വേണ്ടി ഈ അച്ചാർ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് പെട്ടെന്ന് തീരുമല്ലേ, അതുകൊണ്ട് അങ്ങനെ പൊതിഞ്ഞ് കെട്ടിയൊന്നും വെക്കണില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കുന്നതേ ഉള്ളൂ. അത് അതിനകത്തിരുന്ന് ഒരു 2 ദിവസം ഇതൊന്ന് സെറ്റാവട്ടെ. അപ്പം നല്ല അതൊന്നെല്ലാം കൂടി ഒന്ന് പിടിച്ച് എരിവും പുളിയും ഉപ്പും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി അച്ചാറായിട്ട് വരും. അത്രയേ ഉള്ളൂ. നമ്മുടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നാരങ്ങ അച്ചാർ റെഡിയാണ്. കടയിൽ നിന്നൊന്നും മേടിക്കണ്ട, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.